നൈക്കി, അഡിഡാസ്, പ്യൂമ, ഡെക്കാത്ലോൺ ഇതൊന്നുമല്ലാതെ ഒരു സ്പോർട്സ് ബ്രാൻഡ്. സ്പോർട്സുമായി ബന്ധപ്പെട്ട പ്രോഡക്റ്റുകൾ ഒന്നും വിൽക്കാനില്ലാത്ത, എന്നാൽ ഇവരെക്കാളും എക്സ്ട്രീം സ്പോർട്ടിയായ ബ്രാൻഡ്. ഒരു തായ്ലൻഡ് യാത്രയിലാണ് ഓസ്ട്രേലിയൻ കോസ്മെറ്റിക് ബിസിനസ്സുകാരൻ ഡീട്രിച്ച് മേറ്റ്ഷിറ്റ്സിന് എനർജി ഡ്രിങ്ക് ബിസിനസ് എന്ന ഐഡിയ തുറന്നു കിട്ടുന്നത്. തായ്ലൻഡിൽ എനർജി ഡ്രിങ്ക് ബിസിനസ്സിലുണ്ടായിരുന്ന ചലിയോ യുവിദ്യയുമായി ചേർന്ന് വെസ്റ്റേൺ ടേസ്റ്റ് ബഡ്സിന് ഇഷ്ടപ്പെടുന്ന ഡ്രിങ്ക് പുള്ളിക്കാരൻ പുറത്തിറക്കി. സാഹസികതയെ ഇഷ്ടപ്പെടുന്നവരെല്ലാം അതിന്റെ ആരാധകരായി. ആ ബ്രാൻഡിന്റെ പേരാണ് റെഡ് ബുൾ. ചിലർ വരുമ്പോൾ ചരിത്രം വഴിമാറുമെന്ന് കേട്ടിട്ടില്ലേ? ഡ്രിങ്ക്സ് മാർക്കറ്റിൽ പുതിയൊരു കാറ്റഗറി തന്നെ സൃഷ്ടിച്ചുകൊണ്ടായിരുന്നു റെഡ് ബുള്ളിന്റെ വരവ്. എനർജി ഡ്രിങ്ക് എന്താണെന്ന് ഒരു ധാരണയുമില്ലാതിരുന്ന 1987 ഇവർക്കിത് എന്തിന്റെ കേടാണെന്ന് നമ്മൾ തലയിൽ കൈവച്ചു പോകുന്ന സാഹസിക പ്രിയർക്ക് വേണ്ടിയുള്ളതാണ് റെഡ് ബുൾ. ഹൈ എനർജി അഡ്രിനാലിൻ റഷ്, അതിന്മേലാണ് റെഡ് ബുൾ ബ്രാൻഡ് ബിൽഡ് ചെയ്തത്. റെഡ് ബുൾ ഗിവ്സ് യു വിങ്സ്. ആ ക്യാച്ച് വേർഡ് ഫുട്ബോളിനും ക്രിക്കറ്റിനും മാത്രമല്ല ചേർന്നത്, സ്കൈ ഡൈവിങ്ങിനും റേസിംഗിലും തുടങ്ങി എവിടെയൊക്കെ ആസ്പിറേഷൻ ഉണ്ടോ അവിടെയൊക്കെ പറന്നു കയറി. ഗറില്ല മാർക്കറ്റിംഗ് തന്ത്രവും ഉണ്ടായിരുന്നു കൂട്ടത്തിൽ. കോളേജുകളിലും നൈറ്റ് ക്ലബ്ബുകളിലും മ്യൂസിക് ഫെസ്റ്റുകളിലും ഗിവ് അവേ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് എന്ന പദമുണ്ടാകുന്നതിന് മുൻപേ തന്നെ ഡിജെകളെയും അത്ലറ്റുകളെയും മറ്റും ഉപയോഗിച്ചുള്ള ക്യാമ്പയിനുകൾ. അവരെ പോലെ തന്നെ ഇന്നോവേറ്റീവായ യുണീക്കായ ക്യാമ്പയിനുകൾ ചെയ്ത് വിജയിച്ച വേറെയും ബ്രാൻഡുകളുണ്ട്. അവരെ പറ്റി അടുത്ത ഒറ്റ ക്ലിക്കിൽ പറയാം.